എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അവസാനം ഇതേണ്ട നമ്മുടെ കുടുംബത്തിലെ ഒരാൾക്ക് കിട്ടിയിട്ടുണ്ട് ഹിയറിംഗ് നോട്ടീസ്. ഈ ഒരു നോട്ടീസാണ് ഇനി എല്ലാവർക്കും ലഭിക്കാൻ പോകുന്നത്. ഹിയറിംഗിന് ഹാജരാകേണ്ടവർ ഇത്തരത്തിലുള്ള ഒരു നോട്ടീസ് ആയിരിക്കും BLO നിങ്ങളുടെ കൈവശം കൊണ്ടുത്തരുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോയിൽ പറഞ്ഞായിരുന്നു, ഫോൺ വിളിച്ച് BLO ആവശ്യപ്പെടുമ്പോഴത്തേന് നമ്മൾ ചെറിയ രേഖകളൊക്കെ കൊടുത്താൽ അത് അപ്ലോഡ് ചെയ്യാൻ പറ്റുന്ന കേസുകളാണ് അവരത് അറ്റൻഡ് ചെയ്യുന്നത്. അല്ലാതെ ഒരു രീതിയിലും മാപ്പിംഗ് ചെയ്യാൻ സാധിക്കാത്ത ആൾക്കാരെ ഇതുപോലെ ഒരു നോട്ടീസാണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. ഈ നോട്ടീസിനകത്ത് എഴുതിയിട്ടുണ്ട് എന്ത് കാരണത്താലാണ് ഇത് മിസ്മാച്ചിങ് വന്നതിന്റെ കാരണം എന്നാണ്. മിസ്മാച്ചിങ് വന്ന എന്തുകൊണ്ടാണെന്നുള്ളത് ഇതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തായിട്ട് ഇവിടെ ഒരു സമയമൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ എഴുതിയിരിക്കും, ഇതിൽ എഴുതിയിട്ടില്ല, ഈ ഒരു ഭാഗത്ത് നിങ്ങൾ എഴുതിയിരിക്കും എവിടെയാണ് നിങ്ങൾ ഹാജരാകേണ്ടതെന്നുള്ളത്. ആ ഒരു കാര്യം ഇവിടെ എഴുതിയിരിക്കും. പിന്നെ തൊട്ട് താഴെ എന്തെങ്കിലുമൊക്കെ രേഖകൾ ഹാജരാക്കണമെന്നുണ്ടെങ്കിൽ ഇത് ഇവിടെ എഴുതി തരും നിങ്ങൾക്ക് BLO. ആ രേഖകളുമായിട്ട് ചെല്ലുക. ഇതിന്റെ പുറകുവശത്ത് നമ്മൾ നേരത്തെ ചർച്ച ചെയ്ത 12 രേഖകളെ കുറിച്ച് ഇവിടെ എഴുതിയിട്ടുണ്ട്. നേരത്തെ നമ്മൾ വീഡിയോയിലകത്ത് ചെയ്തിട്ടുണ്ടായിരുന്നു എന്തൊക്കെ രേഖകളാണ് ഹാജരാക്കേണ്ടതെന്നുള്ളത്. ആ 12 രേഖകൾ ഇതുണ്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പാസ്പോർട്ട്, SLC ബുക്ക്, അതുപോലെ തന്നെ ബർത്ത് സർട്ടിഫിക്കറ്റ് കാര്യങ്ങളെല്ലാം ഇവിടെ എഴുതിയിട്ടുണ്ട് ഡീറ്റെയിൽ. പിന്നെ ഇതിൽ അടിവശത്ത് ഈ ഒരു ഫോം നമ്മളെ തരുമ്പോഴത്തേനും നമ്മുടെ കാര്യങ്ങൾ ഡീറ്റെയിലും എല്ലാം വാങ്ങിച്ചുകൊണ്ട് നമ്മളിവിടെ സൈൻ ചെയ്ത് BLOയ്ക്ക് കൊടുക്കണം. ഇതിപ്പോൾ നിങ്ങളെ ഞാൻ കാണിക്കാൻ വേണ്ടി മാത്രം BLOയുടെ നിന്ന് മേടിച്ച ഒരു ഫോമാണ്. ഇതിൽ ഡീറ്റെയിൽ ഒന്നും എഴുതിയിട്ടില്ല, അതുകൊണ്ട് ഇത് നോക്കണ്ട. ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി കൊണ്ടുവന്നത് മാത്രമേ ഉള്ളൂ. അതുപോലെ ഇവിടെ അസിസ്റ്റന്റ് ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർ ERO സൈൻ ചെയ്തിട്ടുണ്ട്. സീലും വെച്ച് സൈനിങ് ചെയ്തു തരും. ഇങ്ങനെ ഒരു നോട്ടീസാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഈ ഒരു നോട്ടീസ് ലഭിച്ച് ഇതിൽ ഡേറ്റ് കൊടുത്തിട്ടുണ്ടായിരിക്കും. ആ ഡേറ്റ് അനുസരിച്ചാണ് നിങ്ങൾ ഹിയറിങ്ങിന് ഹാജരാകേണ്ടത്. മെയിനായിട്ടും ഇപ്പോൾ ഈ ഹിയറിംഗ് നോട്ടീസ് ലഭിക്കുന്നത് പേരിലുള്ള മിസ്റ്റേക്കുകൾ കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ടാണ്. അതായത് സ്പെല്ലിംഗ് മിസ്റ്റേക്കുകൾ, അതുപോലെ തന്നെ ഇനിഷ്യൽ വ്യത്യാസങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ഈ ഒരു ഇത് വന്നിരിക്കുന്നത് ഇനിഷ്യലിന്റെ ഒരു പ്രശ്നം കൊണ്ടാണ് ഹിയറിങ്ങിന് നോട്ടീസ് ഹാജരാകണമെന്ന് പറഞ്ഞ് തന്നിരിക്കുന്നത്. അപ്പോൾ അതിന് ശരിയായ രീതിയിലുള്ള രേഖ, അതായത് ഇനിഷ്യലിന്റെ പ്രശ്നമാണ്, പേരിന്റെ വ്യത്യാസമാണെങ്കിലും നമ്മൾ അന്ന് ആദ്യം ഫോം ഫിൽ ചെയ്തപ്പം പറഞ്ഞായിരുന്നു ശരിയായ പേരുകൾ നിങ്ങൾ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ പേര് കറക്റ്റായിട്ട് കൊടുക്കുക. പണ്ടത്തെ ചിലപ്പോൾ വോട്ടർ ID-യിലെ പേരിന് വ്യത്യാസമൊക്കെ ഉണ്ടായിരുന്നവർ ശരിയായ പേര് പൂരിപ്പിച്ച് കൊടുത്തവരുണ്ട്. അപ്പോൾ ആ ശരിയായ പേര് നമ്മുടെ SLC ബുക്കിലോ ആധാർ കാർഡിലോ അല്ലെങ്കിൽ എന്തെങ്കിലും തിരിച്ചറിയൽ രേഖയിൽ നമ്മൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഹിയറിങ്ങിന് ഹാജരാക്കിയാൽ മതി. അത് സിമ്പിളായിട്ട് നിങ്ങളെ ഹിയറിങ്ങിന് നിങ്ങൾ പാസ്സായി മുന്നോട്ട് പോകുന്നതായിരിക്കും. അതുപോലെ തന്നെ അന്ന് നമുക്ക് ലഭിച്ച എന്യൂമറേഷൻ ഫോം ഇതായിരുന്നു. ഈ ഫോമിന്റെ അകത്ത് ചില കാര്യങ്ങൾ എഴുതിയിട്ടുണ്ടായിരുന്നു. ഇതിൽ ആധാർ കാർഡ് നമ്പർ ഓപ്ഷണൽ ആയിരുന്നു, പക്ഷെ ചിലർ എഴുതിയിട്ടുണ്ടായിരുന്നു, ചിലർ എഴുതിയിട്ടില്ലായിരുന്നു. അതുപോലെ തന്നെ മാതാവിന്റെ, പിതാവിന്റെ, പങ്കാളിയുടെ ഒക്കെ എപ്പിക് നമ്പർ ലഭ്യമെങ്കിൽ എന്നും പറഞ്ഞുണ്ടായിരുന്നു. ഇതൊന്നും പൂരിപ്പിക്കാൻ ഒത്തിരി പേരുണ്ടായിരുന്നു. പക്ഷെ നമ്മളന്ന് ഫോം ഫിൽ ചെയ്യാൻ നേരത്ത് പറഞ്ഞായിരുന്നു ഇത് കിട്ടാവുന്നുണ്ടെങ്കിൽ എല്ലാവരും ഇത് ഫിൽ ചെയ്ത് കൊടുക്കണമെന്ന്. ഇപ്പോൾ ഈ ഇലക്ഷൻ കമ്മീഷൻ ഈ ഹിയറിങ്ങിന് നോട്ടീസ് അയച്ചിരിക്കുന്ന പലരും നമ്മളുമായിട്ട് കോണ്ടാക്ട് ചെയ്തപ്പോൾ ഈ രേഖകളിൽ ഈ ഭാഗങ്ങൾ ഫിൽ ചെയ്യാതിരുന്നവരാണ് കൂടുതലും ഹിയറിങ്ങിന് വിളിക്കുന്നത്. ഇത് മാക്സിമം ഫിൽ ചെയ്ത് കൊടുത്തവരെ ഹിയറിങ്ങിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. അതേസമയം പല ഭാഗങ്ങളും ആധാറിന്റെ പേര് എഴുതാഞ്ഞവരും പിതാവിന്റെ പേരും മാതാവിന്റെ പേര് എഴുതിയിട്ടുണ്ട്, പക്ഷേ എപ്പിക് നമ്പറുകളൊന്നും എഴുതാഞ്ഞ ആൾക്കാരുണ്ടായിരുന്നു. അവരെയാണ് കൂടുതലും വിളിക്കുന്നത്. ആദ്യത്തെ ഈ ഒരു കോളം മാത്രം ഫിൽ ചെയ്ത് കൊടുത്തവരുമുണ്ട്. പിന്നെ ഈ 2 കോളങ്ങളിൽ ഏതെങ്കിലും ഒന്ന് പൂരിപ്പിക്കണമായിരുന്നു. അത് പൂരിപ്പിക്കാതെ കൊടുത്തവരെ എല്ലാം ഹിയറിങ്ങിന് ഹാജരാകേണ്ടി വരുന്ന അവസ്ഥയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അന്ന് പക്ഷേ പൂരിപ്പിച്ച് കൊടുത്ത മുഴുവൻ ഫിൽ ചെയ്ത് കൊടുത്തവരെ വിളിക്കുന്നുമില്ല. അങ്ങനെ മുഴുവൻ ഫിൽ ചെയ്ത് കൊടുത്തതിനകത്ത് പേരിലെ ചെറിയ വ്യത്യാസം മാത്രമുള്ളവരെ മാത്രമേ വിളിക്കുന്നുള്ളൂ. അതായത് പേര് എഴുതിയിട്ട് അതിലെ പേര് തിരിഞ്ഞു പോയി, ഇനിഷ്യലിൽ ഫ്രണ്ടിൽ വന്നു, അതായത് ഇനിഷ്യൽ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു പോയതിന്റെ പ്രശ്നങ്ങളൊക്കെ ഉള്ളവരെ മാത്രമേ ഇപ്പോൾ ഹിയറിങ്ങിന് വിളിക്കുന്നുള്ളൂ. അങ്ങനത്തെ കേസുകളാണ് കൂടുതലും നമ്മളിപ്പോൾ റിപ്പോർട്ട് ചെയ്ത് നമ്മൾ അറിയുന്നത്. പലരും നമുക്ക് മെസ്സേജ് അയച്ചും ഇപ്പോൾ ഇവിടെ ഈ ഫോമൊക്കെ ആണെങ്കിലും ഓരോരുത്തരും നമ്മുടെ ഈ കൊണ്ടു തന്നതാണ്. അങ്ങനെയാണ് നമ്മളിത് വായിച്ച് മനസ്സിലാക്കിയിട്ടാണ് അവരോട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുക്കുന്നത്. ഹിയറിങ്ങിന് പോകുമ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നും സംഭവിക്കാറില്ല. ഈ രേഖകൾ ഹാജരാക്കി കഴിഞ്ഞാൽ സിമ്പിളായിട്ട് നിങ്ങൾ ആ കറക്റ്റ് സമയത്ത് തന്നെ ആദ്യത്തെ പ്രാവശ്യം തന്നെ പോകാൻ ശ്രമിക്കുക. എന്നിട്ട് രേഖകൾ ഹാജരാക്കുക. ഇനി രേഖകളൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ പഞ്ചായത്ത് മെമ്പറെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ നിങ്ങൾക്ക് സഹായം ചെയ്തു തരുന്നതായിരിക്കും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ മെസ്സേജ് നിങ്ങൾക്ക് ആവശ്യമുള്ള എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ മെസ്സേജ് അയച്ച് ചോദിക്കാനൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിരവധി ആൾക്കാർ മെസ്സേജ് അയച്ചു. നിരവധിയല്ല, ഒത്തിരി പേര് പല രീതിയിൽ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് 2-3 കാര്യങ്ങൾ ഞാൻ പറയാം. എല്ലാ കാര്യങ്ങളും നമുക്കിപ്പം പറയാൻ നമുക്ക് വീഡിയോയിൽ പറയുന്നത് അതൊരു ബോറിംഗ് ആയിപ്പോവും.
അപ്പോൾ അതിനകത്ത് മെയിനായിട്ട് ഒരു മെസ്സേജ് ഞാൻ നോട്ട് ചെയ്തത് ഈ സ്ക്രീനിൻ്റെ അടിയിൽ ഞാൻ കൊടുക്കാം. അവർക്ക് എന്യൂമറേഷൻ ഫോം ലഭിച്ചില്ലായിരുന്നു. അത് പക്ഷേ ഇപ്പോൾ അവരുടെ കരട് വോട്ടർ പട്ടികയിൽ അവരുടെ പേരുമുണ്ട്. അപ്പോൾ അവർ പുതിയതായിട്ട് ഫോം ഫിൽ ചെയ്ത് കൊടുക്കണമെന്നാണ് മെസ്സേജ് അയച്ച് ചോദിച്ചത്. അവർക്ക് ഫോം ലഭിച്ചുമില്ല. പക്ഷേ അവർ ഓട്ടോമാറ്റിക്കായിട്ട് അവർ കരട് വോട്ടർ പട്ടികയിൽ പേര് വന്നു. അങ്ങനെ വരുന്ന കേസുകൾ നിങ്ങൾ ഉടൻ തന്നെ അത് പരിശോധിക്കണം. നിങ്ങളുടെ തന്നെ എപ്പിക് നമ്പർ ആണോ അതിൽ വന്നിരിക്കുന്നതെന്നും പേര്, വീട്ടുപേര്, അതുപോലെ വീട്ടു നമ്പർ, വാർഡ് നമ്പർ ഇവയെല്ലാം ശരിയാണോ എന്ന് നോക്കണം. എന്നുവെച്ചാൽ ഒരു കാരണവശാലും നിങ്ങളല്ല ആ ഫോം ഫിൽ ചെയ്ത് കൊടുത്തതെന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങളുടെ പേര് വരാൻ സാധ്യതയില്ല. അങ്ങനെ ഫോമിൽ നിങ്ങളുടെ ഫോം കിട്ടാതെ ഫോമിൽ നിങ്ങളുടെ വിവരം കരട് പട്ടികയിൽ വന്നിട്ടുണ്ടെങ്കിൽ അതിൽ ഒന്നെങ്കിൽ BLO പൂരിപ്പിച്ച് കൊടുക്കണം, അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധുക്കാരെങ്കിലും ആ ഡീറ്റെയിൽ പൂരിപ്പിച്ച് കൊടുത്തിരിക്കണം. അല്ലാതെ ഒരിക്കലും ഓട്ടോമാറ്റിക്കായിട്ട് ഫോം ഫിൽ ചെയ്ത് വരത്തില്ല. അങ്ങനെ പരിശോധിച്ചിട്ട് നിങ്ങൾ അതിനകത്ത് എന്തെങ്കിലും തെറ്റുണ്ട്, അല്ല നിങ്ങളുടെ എല്ലാ എപ്പിക് നമ്പർ ഒന്നുണ്ടെങ്കിൽ നിങ്ങളത് ഫോം 7 ഉപയോഗിച്ച് അത് കട്ട് ചെയ്യാനുള്ള ഈ പരിപാടി നോക്കണം. എന്നിട്ട് ഫോം 6 ഉപയോഗിച്ച് പുതിയ ഫോം അപേക്ഷ കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ വിദേശത്തുള്ളവർ ഫോം 6A പൂരിപ്പിക്കുമ്പോഴത്തേന് പാസ്പോർട്ടിലെ വിവരങ്ങളാണ് കൊടുക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചിലർ മെസ്സേജ് അയച്ച് ചോദിച്ചു, പാസ്പോർട്ടിലെ അഡ്രസ്സ് അതിൽ കൊടുത്തു കഴിയുമ്പോഴത്തേന് അവർ അഡ്രസ്സ് ചേഞ്ച് ആയായിരുന്നു. പാസ്പോർട്ടിലെ പഴയ അഡ്രസ്സാണ് കിടക്കുന്നത്, ഇപ്പം പുതിയ സ്ഥലത്താണ് താമസിക്കുന്നതെന്ന്. അപ്പോൾ ആ അഡ്രസ്സ് എഴുതുന്നതുകൊണ്ട് കുഴപ്പമുണ്ടോ എന്ന്. അങ്ങനെ എഴുതരുത്. നിങ്ങളുടെ പുതിയ അഡ്രസ്സ് ഏതാണോ ആ അഡ്രസ്സാണ് എഴുതേണ്ടത്. പാസ്പോർട്ടിലെ പേര് കാര്യങ്ങൾ കൊടുത്തിട്ട് നിങ്ങളുടെ പുതിയ അഡ്രസ്സ് അവിടെ എഴുതിയിട്ട് ആ പുതിയ അഡ്രസ്സിനുള്ള ഒരു പ്രൂഫും കൂടെ അവിടെ ഹാജരാക്കണം. ആ കൂട്ടത്തിൽ ഈ ഫോം 6A സമർപ്പിക്കുമ്പോൾ കൊടുക്കണം. അല്ലെങ്കിൽ പാസ്പോർട്ടിലെ വിവരം വെച്ച് കൊടുക്കുമ്പോൾ തന്നെ BLO ആ പാസ്പോർട്ടിലെ DHL അനുസരിച്ചാണ് നിങ്ങളുടെ വീട്ടിലെത്തുന്നത്. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ നിങ്ങൾ അങ്ങനെ ഒരാൾ അവിടെ ഇല്ലെന്ന് പറഞ്ഞു കഴിയുമ്പോൾ BLO അത് റിപ്പോർട്ട് ചെയ്യും. അത് ഭാവിയിൽ വേറെ പ്രശ്നങ്ങളുണ്ടാകും. അതുകൊണ്ട് ഇങ്ങനെ വേണം വേണ്ടി ചെയ്യാൻ വേണ്ടി. എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ സംശയമായിട്ട് എഴുതി അയച്ചാൽ മതി. അതുപോലെ തന്നെ ഇപ്പോൾ അഡ്രസ്സുകളിലൊക്കെ വ്യത്യാസമുള്ളവരും പേരിൽ വ്യത്യാസമുള്ളവരും വയസ്സ് വ്യത്യാസം ഇങ്ങനെയൊക്കെ ഉള്ളവർ നിങ്ങളിപ്പോൾ ഹിയറിങ്ങിന് നോട്ടീസ് ലഭിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ശരിയായ രേഖ കൊടുത്ത് എങ്ങനെയെങ്കിലും ഹിയറിംഗ് അറ്റൻഡ് ചെയ്ത് ഏതെങ്കിലും ഒരു പ്രൂഫ് കൊടുത്ത് നിങ്ങൾ നോക്കുക. അല്ലാതെ ഇപ്പോൾ എല്ലാ രേഖകളും ശരിയാക്കിയിട്ട് ഹിയറിങ്ങിന് ഹാജരാകാമെന്ന് നടക്കുന്ന കാര്യമില്ല. അത് ഭാവിയിൽ നമുക്ക് പിന്നീട് ചെയ്യണം. അതുപോലെ തന്നെ പല കേസുകളും ചിലർ പറഞ്ഞു, എൻ്റെ ബർത്ത് സർട്ടിഫിക്കറ്റിലെ ഡേറ്റ് ഓഫ് ബർത്ത് 1ഉം SLC ബുക്കിലെ ഡേറ്റ് ഓഫ് ബർത്ത് 2ഉം ആണെന്ന് പറഞ്ഞു. SLC ബുക്കിലെ ഡേറ്റ് ഓഫ് ബർത്ത് തിരുത്തണമെന്നുണ്ടെങ്കിൽ നമുക്ക് 6 മാസം സമയമുള്ളൂ. ആ 6 മാസത്തിനുള്ളിൽ ചെയ്താൽ മാത്രമേ കാര്യമുള്ളൂ. ഇനി അതല്ല വർഷങ്ങളായതാണെന്നുണ്ടെങ്കിൽ അതിന് നിരവധി കടമ്പകളാണ്. അത് കടന്നെടുക്കുകയൊക്കെ ചെയ്യാം, മാറ്റി കിട്ടുകയൊക്കെ ചെയ്യും. പക്ഷേ അതിന് വർഷങ്ങൾ നിങ്ങൾ സമയമെടുക്കും. അതുകൊണ്ട് ആ ഒരു കാര്യമൊന്നും നിങ്ങൾ നോക്കണ്ട. ഡേറ്റ് ഓഫ് ബർത്ത് നിങ്ങൾക്ക് ബർത്ത് സർട്ടിഫിക്കറ്റ് പഞ്ചായത്തിൽ നിന്ന് ലഭിക്കുന്ന അതിൽ കിടക്കുന്ന ഡീറ്റെയിൽ ആണ് നിങ്ങളുടെ എല്ലാ രേഖകളിലും വരേണ്ടത്. അതാണ് ഭാവിയിൽ നമുക്ക് ആവശ്യം വരുന്നത്. ഇപ്പോൾ ഭാവിയിൽ ഇന്ത്യയിൽ ഒരു NRC ഒക്കെ നടപ്പിലാക്കാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ അന്ന് നിങ്ങളുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് ആണ് ഹാജരാക്കേണ്ടി വരുന്നത്. നിങ്ങൾ ഇന്ത്യയിൽ ജനിച്ച ഒരാളാണെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവെന്ന് പറയുന്നത് നിങ്ങൾക്ക് പഞ്ചായത്തിൽ നിന്ന് ലഭിക്കുന്ന ബർത്ത് സർട്ടിഫിക്കറ്റ് ആണ്. അതാണ് നിങ്ങൾ മറ്റുള്ള രേഖകളിലെല്ലാം ആക്കേണ്ടത്. ഈ സർട്ടിഫിക്കറ്റ് SLC ബുക്ക് ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ രേഖകളിലും നിങ്ങൾക്ക് തിരുത്താൻ പറ്റും. അപ്പോൾ അതൊക്കെ പിന്നീട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ളവരൊക്കെ എന്തെങ്കിലും വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ കമൻറ്റായി എഴുതി അറിയിച്ചാൽ മതി. അത് കറക്റ്റായിട്ട് ഞാൻ വീഡിയോ അടുത്ത പ്രാവശ്യം ചെയ്യുന്നതായിരിക്കും. പിന്നെ 1987 മുമ്പ് ജനിച്ചവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് ജനന സർട്ടിഫിക്കറ്റ് കാര്യങ്ങളോ ഒന്നും നിങ്ങൾക്ക് അക്ഷയ വഴിയൊന്നും ലഭിക്കില്ല. അത് നിങ്ങൾ പഞ്ചായത്തിൽ ചെന്ന് പഴയ റെക്കോർഡ് പരിശോധിച്ച് അതിൽ നിന്ന് എഴുതിയാണ് മേടിക്കേണ്ടത്. അപ്പോൾ അതുണ്ട്. പിന്നെ പലരുടെയും രജിസ്റ്റർ ഒന്നും ചെയ്തിട്ടുള്ള കാണത്തില്ല. നിങ്ങളെ ഇപ്പോൾ ഹിയറിങ്ങിന് വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആധാർ കാർഡുമായിട്ട് പോയിച്ചാൽ മതി. വേറെ പ്രശ്നമൊന്നുമില്ല. അങ്ങനെയുള്ളവർക്ക് വെറും ആധാർ കാർഡുമായിട്ട് ചെല്ലുക. അവിടെ ഒരു ഡിക്ലറേഷൻ ഫോം ഉണ്ട്, അതും കൂടെ ഫിൽ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമുള്ളൂ. ഇനി വേറെ എന്തെങ്കിലും രേഖയുണ്ടെന്നുണ്ടെങ്കിൽ അത് ഹാജരാക്കിയാൽ മതി. അതുപോലെ തന്നെ ജനന മരണ വിവാഹ രജിസ്ട്രേഷനുകളെല്ലാം തന്നെ പഞ്ചായത്തിൽ നിങ്ങൾ റിപ്പോർട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഇതൊന്നും ഇപ്പോഴും പലരും അറിയത്തുമില്ല, ആർക്കും ചെയ്യുന്നുമില്ല. അതൊക്കെ നമ്മൾ നിയമപരമായിട്ട് അതൊക്കെ മുന്നിട്ട് നമ്മൾ ചെയ്തു വെക്കേണ്ടതാണ്. എല്ലാ കേസുകളിലും ഈ പഞ്ചായത്തിൽ ഇതൊക്കെ രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. അതിനെക്കുറിച്ചൊക്കെ ഞാനൊരു വീഡിയോ മറ്റൊരു പ്രാവശ്യം ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ പഞ്ചായത്തിൽ അതൊക്കെ രജിസ്റ്റർ ചെയ്യണം. അതൊക്കെ രജിസ്റ്റർ ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ നേരെ ഒത്തിരി പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. മരണ രജിസ്ട്രേഷനൊക്കെ ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ അത് വേറെ ഭാവിയിൽ വേറെ പ്രശ്നങ്ങളുണ്ടാകും. അതുപോലെ തന്നെ ഹിയറിങ്ങിന് ഹാജരായിട്ട് രേഖകളൊക്കെ സമർപ്പിക്കാൻ സാധിക്കാതെ വന്നു കഴിയുമ്പോൾ അവിടെ ഇലക്ഷൻ കമ്മീഷൻ നിങ്ങൾക്ക് ചിലപ്പോൾ രണ്ടാമതൊരു അവസരം കൂടെ തരും. ആദ്യം ചെന്നിട്ടൊന്നും നടന്നില്ല എന്നുണ്ട്, രണ്ടാമത് നിങ്ങൾക്ക് അവസരം കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് എവിടെന്നെങ്കിലുമൊക്കെ രേഖകളൊക്കെ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവന്ന് സമർപ്പിക്കാൻ പറ്റുവാണെങ്കിൽ ആദ്യം ചെല്ലുമ്പോൾ തന്നെ പറയും, എന്തെങ്കിലും ഒരു രേഖ നിങ്ങൾ ഇന്ന പോലെ ഉണ്ടാക്കിക്കൊണ്ട് വരാമെങ്കിൽ നല്ലതായിരിക്കും എന്ന് പറയും. അതും കൂടെ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ സാധിച്ചില്ലെങ്കിൽ രണ്ടാമതും നിങ്ങൾ പുറത്താകുകയാണെന്നുണ്ടെങ്കിൽ
ഇന്ന കാരണം കൊണ്ടാണ് നിങ്ങൾ പുറത്തായത്, ഇന്ന പ്രശ്നങ്ങളൊക്കെയാണ് എന്നുള്ള കാര്യം ഇലക്ഷൻ കമ്മീഷൻ നിങ്ങൾക്കൊരു രേഖാമൂലം എഴുതി കയ്യിൽ തരും. അത് നിങ്ങൾ സൈൻ ചെയ്ത് വാങ്ങിച്ച് അത് സൂക്ഷിച്ചു വെക്കണം. അത് നഷ്ടപ്പെടരുത്. ഇങ്ങനെ പുറത്തായി പോകുന്നവരെ അവരെ നമുക്ക് പിന്നീട് മുഖ്യമന്ത്രി ആണെങ്കിലും എന്തെങ്കിലും അതിനുള്ള പോംവഴികൾ അവർ കണ്ടെത്തും. അതിനെക്കുറിച്ച് ഇപ്പം ഡീറ്റെയിൽ ആയിട്ടൊന്നും വിവരങ്ങൾ ലഭിച്ചിട്ടില്ല. അതൊക്കെ ഇപ്പം ഹിയറിംഗ് തുടങ്ങിയതേ ഉള്ളൂ, ഹിയറിംഗ് നടപടികൾ. അതുകൊണ്ട് ഇതിനെക്കുറിച്ച് കറക്റ്റായിട്ടുള്ള വിവരങ്ങൾ ലഭിക്കുന്നില്ല. അപ്പോൾ എല്ലാവരും ഹിയറിംഗ് നോട്ടീസ് ലഭിച്ചവർ ഹിയറിംഗിന് ഹാജരാകുക. ഈ പറഞ്ഞ പോലെ രേഖകൾ എല്ലാം കയ്യിൽ കിട്ടാവുന്നത്ര രേഖകൾ നിങ്ങൾ കൊണ്ടുപോകുക. റേഷൻ കാർഡ് ഉൾപ്പെടെ എല്ലാ രേഖകളും പോകുമ്പോൾ ഹിയറിംഗിന് ഹാജരാകുക. BLO നിങ്ങൾക്ക് ഈ ഫോം നൽകുമ്പോൾ തന്നെ അതിൽ എഴുതിയിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞു. എന്ത് കാരണത്താലാണ്, ഇതിൻ്റെ മേൽവശത്ത് എഴുതിയിട്ടുണ്ട്, എന്ത് കാരണത്താലാണ് നിങ്ങൾ ഇതിനകത്ത് മിസ്മാച്ചിങ് സംഭവിച്ചെന്നുള്ളത്. ആ ഒരു കാരണം നിങ്ങൾക്ക് മനസ്സിലാവും. അതുകൊണ്ട് അതിനോട് പറ്റുന്ന രീതിയിലുള്ള, ഇപ്പം പേരിൽ പ്രശ്നം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ SLC ബുക്ക് ശരിയായ പേരുണ്ടെന്നുണ്ടെങ്കിൽ SLC ബുക്ക് ഹാജരാക്കിയാൽ മതി. ഇനി അതല്ല വീട്ടുപേരാണ് പ്രശ്നം എന്നുണ്ടെങ്കിൽ ആ വീട്ടുപേര് എഴുതിയിരിക്കുന്ന രേഖകൾ നിങ്ങൾ ഹാജരാക്കി വെച്ചാൽ മതി. അങ്ങനെയുള്ള ഇത് കൊണ്ടുപോവുക. വേറെ പ്രശ്നങ്ങളൊന്നും ഇതിനകത്തില്ല. ഇനി എന്തെങ്കിലും സംശയ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് എഴുതി അറിയിച്ചാൽ മതി, ഞാൻ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യമുള്ളൂ. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും.